ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീനും മുരിങ്ങാക്കായും കൂടെ വരട്ടിയെടുക്കുന്ന റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. അതുപോലെ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1.5 സവാള, കറിവേപ്പില, വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറിയ 2 തക്കാളി 4 പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് മസാലപ്പൊടികളായിട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം 385 ഗ്രാം ചെമ്മീന് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് 350 ഗ്രാം മുരിങ്ങാക്കായ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വേവിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തൂമിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായതിനു ശേഷം കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീന് മുരിങ്ങാക്കായ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് കറിയായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക.